ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റായിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവ്യയുടെ വളകാപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്ന അതേ സമയത്ത് തന്നെ ആദർശ് കയറി വന്നിട്ട് ഇതൊന്നും ഇവിടെ ഇനി നടത്തണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അതൊക്കെ അലങ്കോലപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. അതായത് ആദർശ് അറിഞ്ഞു കാണും നമ്മുടെ നവ്യയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള ഒരു സത്യം. അപ്പോൾ ആദർശിൻ്റെ കൂടെ ജലജയും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് മുഴുവൻ വിശേഷം കേൾക്കാം കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജയും അതുപോലെ തന്നെ ഗോവിന്ദനെയും നന്ദുവിനെയൊക്കെയാണ്. അപ്പോൾ നന്ദുവും ഗോവിന്ദനും പലഹാരങ്ങൾ മാത്രമായിട്ടാണ് നമ്മുടെ അനന്തപുരിയിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇതൊട്ടും ജലജയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഒരു തരി സ്വർണം പോലും ഇല്ലാതെ പലഹാരങ്ങൾ മാത്രമായിട്ട് എങ്ങനെയാണ് തൻ്റെ മകളുടെ ഇതുപോലെ വളകാപ്പ് ചടങ്ങിന് കയറി വരുന്നത്, നാണമില്ലാത്തവർ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ അപമാനിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അതേസമയം തന്നെ നന്ദുവിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്, അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരെ കണ്ടുകൊണ്ട് നമ്മുടെ ജലജ വരികയാണ്. അല്ല ഗോവിന്ദേട്ട എവിടെ നിൽക്കുകയാണോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് കയറി വാ, എന്താ ഇത്രയും വൈകിയെന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയം ജലജ കനകയെയും അതുപോലെ തന്നെ ഗോവിന്ദനെയും നന്ദുവിനെയും പിന്നെയും അപമാനിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവർക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം വരുന്നുണ്ട്. ആ സമയത്താണ് ജയനും അനിയും കൂടെ കടന്നു വരുന്നത്. ജയൻ വേഗം തന്നെ നമ്മുടെ ജലജയോട് ചോദിക്കുകയാണ്, നീ ഇതെന്താണ് ജലജ കാണിക്കുന്നത്? നിൻ്റെ ബന്ധുക്കാരല്ലേ ഇവർ, നവ്യയുടെ വീട്ടുകാരല്ലേ, നീയല്ലേ ഇവരെ ക്ഷണിക്കേണ്ടതും വിളിച്ചിരുത്തേണ്ടതും, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പറയുകയാണോ? നീ ഒന്ന് മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കേ, നീ ഇങ്ങനെയൊന്നും പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ കനകദുർഗയോട് പറയുകയാണ്, നിങ്ങൾ സ്വർണത്തിൻ്റെ കാര്യമൊന്നും ഓർത്തിട്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്കിവിടെ അത്യാവശ്യമല്ല, ആവശ്യത്തിൽ കൂടുതൽ സ്വർണ്ണം ഉണ്ടല്ലോ, നമുക്ക് സ്വർണത്തിൻ്റെ ബിസിനസ് തന്നെയാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ സ്വർണം കൊണ്ടുവരുന്നത്, നിങ്ങൾ നിങ്ങളുടെ മോളെ വന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് അനിയും അതുപോലെ തന്നെ ജയനും കൂടെ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കനകദുർഗയും അതുപോലെ തന്നെ ഗോവിന്ദനും നന്ദുവും കൂടെ അകത്തേക്ക് കയറി പോവാണ്. അതേസമയം തന്നെ ജലജയും അതുപോലെ തന്നെ അബിയും കൂടെ പറയുകയാണ്, അവൻ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെയാണല്ലോ എല്ലാവരും ഭരിക്കുന്നത്, നമ്മുടെ വിക്കിട്ടാണല്ലോ എല്ലാവരും കയറുന്നത്, നമ്മൾ എന്ത് പറഞ്ഞാലും തെറ്റായിട്ടാണല്ലോ എല്ലാവരും എടുക്കുന്നത്. അബി, അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവാണ്. ഇന്നു മുതൽ ജലജയുടെ വാക്കിന് വിലയുണ്ടെന്ന് ഇവിടെ എല്ലാവരും മനസ്സിലാക്കാൻ പോവുകയാണ്. നീ എന്തായാലും സമാധാനമായിട്ടിരിക്കും. അടുത്ത സീനിൽ ആദർശിനെയും നയനയും ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് മേടിച്ചു കൊടുത്ത ആ സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ റെഡ് കളർ സാരിക്ക് റെഡ് കളറായിട്ടുള്ള കമ്മലൊക്കെ നയന മാച്ച് ചെയ്തിടുകയാണ്. അതേസമയം തന്നെ ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ ഈ സാരി ഉടുക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, അല്ല എൻ്റെ ഭർത്താവ് മേടിച്ചെന്ന സാരിയാണല്ലോ, മാത്രമല്ല എൻ്റെ ഭർത്താവ് റെഡ് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിന് മാച്ച് ചെയ്ത് ഈ സാരി ഉടുത്തന്നേ ഉള്ളൂ. ഞാനിത് ഉടുത്തല്ലേ പറ്റുള്ളൂ, പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. അതേസമയം തന്നെ ആദർശ് പറയണം, നിനക്ക് എന്ത് രഹസ്യം അറിയാമെന്ന്, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ, എന്തായാലും വളകാപ്പ് ചടങ്ങ് തുടങ്ങാൻ സമയമായി, നമുക്ക് എന്തായാലും അങ്ങടേക്ക് പോകാമെന്ന് പറയാം കേട്ടോ നയന. അല്ല നയന, നീ എന്തോ മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും നയന പറയാണ്, എൻ്റെ മനസ്സിലും അങ്ങനെ പലതൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ മനസ്സിലും അങ്ങനെ പലതൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെല്ലാ കാര്യവും എന്നോട് പറയാറില്ല, അതുകൊണ്ട് നിങ്ങളോട് ഞാനത് പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് രഹസ്യം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, കാരണം നിങ്ങളെ ഞാൻ അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളിതുവരെ എന്നെ മനസ്സിലാക്കാനോ എന്നെ അറിയാനോ തുടങ്ങിയിട്ടില്ല. അടുത്ത സീനിലേക്കാണെങ്കിൽ അകത്തേക്ക് കനകദുർഗയും അതുപോലെ തന്നെ നന്ദുവും അച്ഛനും കൂടെ കയറി വരികയാണ്. അതേസമയം തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. മുത്തശ്ശൻ പറയുകയാണ്, അല്ല നിങ്ങൾ ചടങ്ങ് തുടങ്ങുമ്പോഴത്തേക്കുമാണോ വരുന്നത്? ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ തലേ ദിവസം തന്നെ വരണം കേട്ടോ. സാധാരണ നിങ്ങളെപ്പോഴും ആ തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് വരാറ്, ഇവിടെ വന്നൊന്നും നിന്നിട്ടില്ലല്ലോ. അപ്പോഴേക്കും ജലജ മനസ്സിൽ പറയണം, ഒരു ദിവസം മുമ്പ്, ഇനിയിപ്പോൾ ഒരു ദിവസം മുമ്പ് വന്നിട്ട് വേണം മനുഷ്യനെ സമാധാനക്കേട് ഉണ്ടാക്കാൻ എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയാട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഗോവിന്ദൻ പറയാണ്, അല്ല മക്കളെ കണ്ടില്ലല്ലോ എന്ന് പറയാണ്. അതേസമയം തന്നെ മുത്തശ്ശി പറയാണ്, അതെ അവർ റെഡിയാവുമായിരിക്കും, എന്തായാലും അവരെ ചെന്ന് കണ്ടോ എന്ന് പറയാട്ടോ. അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ്, അല്ല നയനമോളും ആദർശമോനും എപ്പോഴും നേരത്തെ റെഡിയായി വരുന്നവരാണല്ലോ, അവരെന്താ എപ്പോഴും വരാത്തെ, ആരെങ്കിലും ചെന്നൊന്ന് വിളിച്ചിട്ട് വാന്ന് പറയാൻ കേട്ടോ. അതേസമയം തന്നെ ജാനകി ചെറിയമ്മ പറയാണ്, ഞാനെന്തായാലും അവിടേക്ക് പോവില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ വാതിൽ തുറന്നേ കിടക്കുകയുള്ളൂ, പിന്നെ അവിടെ നടക്കുന്നതൊന്നും അങ്ങനെ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല, പിള്ളേർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തായാലും ഞാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എന്തായാലും അഭിമോനൊരു കുഞ്ഞുണ്ടായി, ഇനിയിപ്പോൾ എന്തായാലും ആദർശമോൻ്റെ കുഞ്ഞിനെ അധികം വെച്ച് താമസിപ്പിക്കേണ്ടെന്നേ ഞാൻ പറയുള്ളൂ, എത്രയും വേഗം അവർക്കും കുഞ്ഞുണ്ടാവണം,
കനകദുർഗേ, എന്തായാലും അവർക്കിപ്പോൾ മക്കളൊന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാലും ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പായിട്ട് അവർക്ക് മക്കളെയൊക്കെ ഒന്ന് കാണണം, അവരുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഞങ്ങൾക്കൊന്ന് കൊഞ്ചിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നിങ്ങനെ കനകദുർഗയോട് പറയാട്ടോ. വസുന്ധരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. എന്തായാലും അവർ തമ്മിലുള്ള വഴക്കൊക്കെ മാറി സ്നേഹത്തിലായല്ലോ, അത് തന്നെ ദൈവാനുഗ്രഹമാണ്. കനകദുർഗയൊക്കെ ഒന്നുകൂടെ ഇവിടേക്ക് വരാനായിട്ട് എത്രയും വേഗം വളകാപ്പിന് വരാനായിട്ട് തയ്യാറായിക്കോ. എന്തായാലും ആദർശമോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ എത്രയും വേഗം ഒരു കുഞ്ഞിക്കാലം ഞങ്ങൾക്ക് തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരുടെയും വളകാപ്പ് ഉണ്ടാവും. എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശം നയനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ അനിയുടെ അമ്മ പറയാണ്, ആഹാ ഇത് നല്ല രസമായിട്ടുണ്ടല്ലോ, രണ്ടുപേരും മാച്ചായിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന് പറയാണ്. അതേസമയം തന്നെ ദേവയാനി പറയാണ്, അതെ ഇതെൻ്റെ മോന് ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ്, അത് അവനിട്ടിട്ട് ഇത്രയും പെർഫെക്റ്റ് എന്ന് പറയാണ്. അതെ ഇത് കേട്ടതും നയന ആദർശനോട് പറയാണ്, അത് ശരി, അമ്മ തന്ന ഷർട്ട് ഇടാൻ വേണ്ടിയിട്ടാണല്ലേ എനിക്കിതുപോലൊരു ഡ്രസ്സ് എടുത്ത് തന്നത്. എനിക്കിപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതെ ആദർശേട്ടാ, ഭാര്യ എന്ന ഡ്രസ്സും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായി മനസ്സിലാക്കും. കാരണം നിങ്ങളെ ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നെ പിടുത്തം കിട്ടില്ല. അപ്പം മുത്തശ്ശൻ പറയാണ്, അല്ല നിങ്ങൾ റൂമിലിരുന്ന് ഇത് തന്നെയല്ലേ പരിപാടി, രഹസ്യം പറച്ചിൽ, ഇപ്പോൾ അത് പോരാഞ്ഞിട്ടാണോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ രഹസ്യം പറയുന്നത്? ഈ പിള്ളേരുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് കളിയാക്കുക കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ നയനയും നന്ദുവും അതുപോലെ തന്നെ കനകദുർഗയും കൂടെ നവ്യയുടെ റൂമിൽ ചെല്ലുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നവ്യ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് കനകദുർഗ പറയുകയാണ്, ആ നല്ല സുന്ദരിയായിട്ടുണ്ട് അമ്മയുടെ മോള്, ഇതൊരു ഭംഗിയാണ് നിന്നെ കാണാനായിട്ട് എന്നൊക്കെ പറയുകയാണ്. അതേസമയം തന്നെ കനകദുർഗ ആ വയറിലൊന്ന് തൊട്ട് നോക്കുകയാണ്. അപ്പോൾ തന്നെ കനകദുർഗ പറയുകയാണ്, അല്ല മോളുടെ വയറിന് എന്തൊരു കട്ടിയാ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യാണെങ്കിൽ ഞൊന്ന് ഞെട്ടുക കേട്ടോ. ദൈവമേ അമ്മയെങ്ങാനും ഇനി മനസ്സിലാക്കിയോ എന്നുള്ളൊരു ഞെട്ടൽ കനകദുർഗ നവ്യയ്ക്ക് ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയാണ്, അത് പിന്നെ അമ്മ അത് ചിലപ്പോൾ ഇരട്ട കുട്ടികളായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കനകദുർഗ പറയാണ്, ഇരട്ടക്കുട്ടികളോ, ഇരട്ട കുഞ്ഞായാലും ശരിക്കും കുഴപ്പമില്ല, ഒരു കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും എന്തൊരു സന്തോഷത്തിലാണെന്നറിയാമോ. ദേ മോളുടെ അച്ഛൻ മോളെ വലിയൊരു ഹോസ്പിറ്റലിലാണ് കാണിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതൊക്കെ വലിയ ചിലവാവില്ലേ അമ്മയെന്ന് നവ്യ ചോദിക്കുകയാണ്. അതേസമയം തന്നെ കനകദുർഗ പറയുന്നത്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ആദർശമോനും അഭിമോനും ഒക്കെ കുഞ്ഞുമാവനെ കാണാൻ വരുമ്പോൾ വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവർക്കൊരു കുറച്ചിലല്ലേ, അതുകൊണ്ടാണ് വലിയ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ കനക പറയാണ്, മോളെന്തായാലും എഴുന്നേറ്റ്, മോൾക്ക് അമ്മ ഒരു ചെറിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് എഴുന്നേറ്റ്, അച്ഛൻ കൊണ്ടുവന്നതാ, അച്ഛൻ മേടിച്ചു തന്നതാ, സന്തോഷത്തോടുകൂടി മേടിച്ചു തന്നതാന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് ആ കമ്മൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്രാമിൻ്റെ കമ്മല. ഇത് കണ്ടതും നവ്യയുടെ മുഖം ആകെ മാറുകയാണ് കേട്ടോ. നവ്യ പറയണ, അയ്യേ ഈ കമ്മലാണോ എനിക്ക് വളകാപ്പിന് സമ്മാനമായിട്ട് തരുന്നത്? അമ്മയ്ക്ക് 1 പവൻ്റെങ്കിലും സ്വർണ്ണം ഇട്ടുകൂടായിരുന്നോ? നയൻ ആ വർക്കൊക്കെ ചെയ്തപ്പോൾ കുറേ പൈസ നിങ്ങൾക്ക് കിട്ടിയതാണല്ലോ, എന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നു 2 ഗ്രാമിൻ്റെ സ്വർണ്ണാഭരണം. മോളെ നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അതേസമയം തന്നെ പൈസ ഇല്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നു. ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ആരോടും കാണിക്കുന്നില്ല, ആരെയും കാണിക്കുന്നില്ല, ഒന്നും കൊണ്ടുവന്നില്ല എന്ന് തന്നെ വിചാരിച്ചാൽ മതി എല്ലാവരും, ഇതെങ്ങനെ ഞാൻ കാണിക്കുക പുറത്ത്. അപ്പോഴേക്കും നയന പറയാണ്, നവ്യേച്ചി കൂടുതൽ വർത്തമാനം പറയരുത്, ഈ സമയത്ത് എൻ്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്, അപ്പോഴാണ് ഇമാതിരിയുള്ള വർത്തമാനങ്ങൾ. അപ്പോഴേക്കും കനകദുർഗ ചോദിക്കുകയാണ്, അല്ല മോളെ നീ എന്താ പറയുന്നത്, എന്താ പ്രശ്നം, എന്താ നിനക്ക് സമനില തെറ്റാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലമ്മേ, ഞാനിതങ്ങ് കേട്ടപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞതാണ് എന്ന് പറയാണ്. അങ്ങനെ നവ്യേനെയും കൂട്ടിയിട്ട് കനകദുർഗ അങ്ങ് പോവാണ്. അതേസമയം തന്നെ നന്ദുവും നയനയും മാത്രമേ റൂമിലുള്ളൂ. അതേസമയം തന്നെ നയന നന്ദുവിനോട് ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്താ പറ്റിയത്, അമ്മ പറയുന്നുണ്ടല്ലോ നീ ആകെ മൂഡ് ഓഫാണ്, നിനക്കെന്തോ ഒരു ഉഷാറൊന്നുമില്ല എന്ന് അമ്മ പറയുന്നുണ്ടല്ലോ, കാര്യം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഒന്നുമില്ല ചേച്ചി. മോളെ ചേച്ചി ഒരു കാര്യം പറയാം, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല മിക്കവാറും നടക്കുന്നത്, അതുകൊണ്ട് തന്നെ മോൾ കൂടുതലായിട്ട് ആഗ്രഹിക്കാതിരിക്കുക കേട്ടോ എന്നോ ഇങ്ങനെ പറഞ്ഞു ഉപദേശമൊക്കെ കൊടുത്ത് വളകാപ്പിനായിട്ടുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് നയനയും അതുപോലെ തന്നെ നന്ദും താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. നവ്യ താഴെ എത്തിയപ്പോൾ കുറേ സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശി നവ്യക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കാണ്. ഇത് കണ്ട ഉടനെ തന്നെ നവ്യയുടെ കണ്ണ് തള്ളു കേട്ടോ. അതേസമയം തന്നെ മുത്തശ്ശിയും പറയണം, മോളെ ഇതൊക്കെ മോൾക്കുള്ളതാണ്, കൊണ്ടുപോകാനായിട്ടുള്ളതാണ് എന്ന് പറയാം കേട്ടോ. നവ്യക്കാണെങ്കിൽ ആകെ കൂടെ എന്ത് ചെയ്യണം, സന്തോഷം കൊണ്ടും മതിമറന്നൊരവസ്ഥയിൽ നവ്യ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നവ്യ വിചാരിക്കുകയാണ്, കാര്യം എനിക്ക് ഗർഭമൊന്നും ഇല്ലെങ്കിലും ഇത് കള്ളഗർഭമാണെങ്കിലും അതിൻ്റെ പേരിലല്ലേ എനിക്ക് ഇത്രയധികം സ്വർണ്ണങ്ങളൊക്കെ കിട്ടുന്നത്, വെറുതെ അല്ല നയനയ്ക്ക് എന്നോട് അസൂയ, അവൾക്ക് ഈ സ്വർണ്ണങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് ഇത്രയും സ്വർണ്ണം കിട്ടുന്നത് കൊണ്ടിട്ട് തന്നെയാണ് അവൾ ഇത്രയധികം അസൂയപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ.
എന്തായാലും അബി അവിടേക്ക് വരികയാണ്. അപ്പോൾ അബി വരുന്ന സമയത്ത് ആ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല നീ ഇവിടെ പോയി നീ ഒരു പരിചയമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത് എന്താ? എടാ നിൻ്റെ ഭാര്യയുടെ വളകാപ്പല്ലേ, നീയും അവളുടെ കൂടെ ഇരിക്കുന്നു പറഞ്ഞാൽ അവനെയും പിടിച്ച് നമ്മുടെ നവ്യയുടെ അടുത്ത് ഇരുത്താണ് കേട്ടോ. അതേ സമയത്താണ് വളകാപ്പ് ചടങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നു. അതേ ടൈമിൽ തന്നെ ആദർശും ജലജയും കൂടെ ഇങ്ങ് കയറി വരാണ്. ആദർശിൻ്റെ മുഖമാണെങ്കിൽ ആക്കി ദേഷ്യത്തിലാണ് വരുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആദർശ് അങ്ങ് കയറി വന്നതിന് ശേഷം പറയുകയാണ്, ദേ ഈ ചടങ്ങൊക്കെ ഇവിടെ നടത്താൻ വരട്ടെ. അവിടെ നിരത്തി വെച്ചിരുന്ന താലമൊക്കെ എടുത്ത് ഒറ്റ ഏറാണ് ആദർശ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ആദർശ് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നവ്യയുടെയും നയനയുടെയും അനന്തപുരിയിലെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. അത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാം കേട്ടോ. അപ്പോൾ അതുവരെ ടാറ്റാ.